Good afternoon, sir. Yes, Shabina, good afternoon. Nida, good afternoon. Yes, Shabina. Okay. കഴിഞ്ഞ പ്രാവശ്യം ഷാബിനക്ക് നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. യെസ്, സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതാണ്ട് ഈ ക്ലാസ്സോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. യെസ്, ഇത് നമുക്ക് കുറച്ച് ട്രാൻസ്ലേഷൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യെസ്, അപ്പൊ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു സെന്റൻസ് തരുമ്പോൾ ആ സെന്റൻസിന് യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു ആൻസർ ആണ് ഉള്ളതെങ്കിൽ അതിന്റെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വെദർ എന്ന് പറയുന്ന ഒരു വേർഡ് ചേർക്കാം. WHETHER വെദർ. ഇതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിന് ടെൻസ് നോക്കുക, ആ ടെൻസ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതുക, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി എഴുതുക, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതുക, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റി എഴുതുക, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റി എഴുതുക, പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി എഴുതുക. യെസ്, അപ്പൊ ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. യെസ്, ഞാൻ ഒരു വാചകം പറയാം, എഴുതിക്കോളൂ. ഇൻവെർട്ടഡ് എഴുതുക. ഡു യു വാണ്ട് a first class or second class ticket or a second class ticket? അത്രയും വേണ്ട കോമഡ് അകത്തിട. I will repeat the question. Do you want a first class or second class ticket? ഇനി ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തതിനു ശേഷം ആസ്ക്ഡ് ദ ക്ലർക്ക്, ASKED, ആസ്ക്ഡ് ദി ക്ലർക്ക്, CLER. യെസ്, അപ്പോൾ ഒന്ന് എഴുതാൻ പറ്റും നോക്കി. ക്ലർക്ക് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് വേണം ഓർ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് വേണം? അപ്പൊ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വെദർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് പൂരിപ്പിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതാണ്, അതിന്റെ ബാലൻസ് ആണ്. ചെയ്യാൻ പറ്റും നോക്കി.
അറിയാമോ ഷാബില? നമുക്ക് അതിനെ ഇവിടെ നോക്കേണ്ടത് ഡു യു വാണ്ട് എന്ന് പറയുമ്പോൾ അത് ടെൻസ് ഏതാണ്? ഡു യു വാണ്ട് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകം നമ്മൾ മാറ്റേണ്ടത് എങ്ങോട്ടാണ്? സിമ്പിൾ പാസ്റ്റിലേക്കാണ് മാറ്റേണ്ടത്. യെസ്, അത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി വെക്കാം. യെസ്, അപ്പോൾ വാണ്ട് എന്നുള്ളത് വാണ്ടഡ് പെർസൺസ് ആക്കി എഴുതണം. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തോട്ട് വരാം. ഡു യു വാണ്ട് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്? നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് വേണോ? അപ്പോൾ അതിൽ എന്ത് പറയാം? യെസ്, എനിക്ക് വേണം. നോ, വേണ്ട. യെസ് ഓർ നോ ആണ്. യെസ് ഓർ നോ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചേർക്കണം? വെദർ എന്ന് പറയുന്നൊരു പേരും കൂടി ചേർക്കണം. വെദർ. വെദർ രണ്ട് രീതിയിലുണ്ട്. WHETH വെദർ ഉണ്ട്, WEATH വെദർ ഉണ്ട്. WEATH വെദറിന്റെ അർത്ഥം കാലാവസ്ഥ എന്നാണ്. നമുക്ക് വേണ്ടത് WHETH ആണ്. ആ വെദർ ഉപയോഗിക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ പോസിബിലിറ്റിയെ കുറിച്ച് പറയുമ്പോഴാണ് ആ വെദർ ഉപയോഗിക്കുക. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് മേ റെയിൻ ഓർ നോട്ട്. മഴ പെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വെദർ ഹി മേ കം ഓർ നോട്ട്. അവ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം, ക്ലർക്ക് ചോദിക്കേണ്ടത്. ദ ക്ലർക്ക് ആസ്ക്ഡ്. ക്ലർക്ക് ആസ്ക്ഡ്. എന്നിട്ട് വെദർ എന്ന് WHETH വെദർ. വെദറിന് പകരം ഇഫ് ചേർത്താലും മതിയില്ല. വെദർ സബ്ജക്റ്റ് പറയാം. യു എന്നുള്ളത് ഐ ആണ്. ഐ വാണ്ടഡ്, WANTED, വാണ്ടഡ് എ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ്. ക്ലർക്ക് ആസ്ക്ഡ് വെദർ ഐ വാണ്ടഡ് എ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ്. അതാണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ കോമ്പയിൽ ആരംഭിക്കുക. ഡിഡ് യു ഹിയർ ഹിയർ ദ ന്യൂസ് NEWS? ക്വസ്റ്റ്യൻ മാർക്ക്. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. I will repeat the question. Did you hear the news? Question mark. ഇതിനു ശേഷം he said. അവൻ പറഞ്ഞു. Did you hear the news? നീ വാർത്ത കേട്ടോ? അപ്പൊ രണ്ട് ആൻസർ പറയാം. യെസ്, ഞാൻ കേട്ടു. നോ, ഞാൻ കേട്ടില്ല. അപ്പൊ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? വെദർ ചേർത്ത് പറയാം. ഇനി ഡിറ്റും ഉണ്ട്, ഹിയറും ഉണ്ട്. ഡിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് അർത്ഥം. പാസ്റ്റ് ടെൻസിനാണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ എങ്ങോട്ട് മാറ്റം വേണം? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റം വേണം. ചെയ്തു.
കഴിയുമ്പോൾ പറയുക. ഓക്കെ, ഷാബിനെ വായിച്ചു ആൻസർ കേട്ടോ. ശരിയാണെന്ന് പറഞ്ഞോട്ടാ. നോക്ക്. ആ പറഞ്ഞോ. He asked whether I heard the news. യെസ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. വെദർ ഐ ഹേർഡ് അവർ വാക്കിട്ട് പോയി നോക്കിയേ. ഈ തന്നിരിക്കുന്ന അതിന് മുമ്പ് ഉണ്ടായിരുന്ന വാചകത്തിൽ ഡു യു എന്നായിരുന്നു ആദ്യം പോലെ. അപ്പൊ പ്രസന്റ് ആണ്. ഇവിടെ ഡിഡ് യു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പാസ്റ്റ് ആണ്. അപ്പോ ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് ടെൻസ് എന്ന് വിചാരിക്കണം. അപ്പൊ ഇവിടെ ഡിഡ് ഇല്ല എങ്കിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഹിയർ എന്നുള്ളത് ഹേർഡ് എന്നാണ് വിചാരിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ഒരു ഹാഡ് കൂടി ചേർക്കണം. ആ ഹേർഡിന്റെ മുന്നിൽ ഒരു ഹാഡ് കൂടി ചേർക്കുമ്പോൾ കറക്റ്റ് ആണ്. അപ്പൊ എന്ത് വരും? ഹി ആസ്ക്ഡ് വെദർ ഐ ഹാഡ് ഹേർഡ് ദ ന്യൂസ്. വെദർ ഐ ഹാഡ് ഹേർഡ് ദി ന്യൂസ്. അടുത്തത്, did you vote, V-O-T-E, vote in the last election? Did you vote in the last election? Inverted comma close here, then inverted comma after that. Did you vote in the last election? കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ വോട്ട് ചെയ്തോ? യെസ് എന്ന് പറയാം, നോ എന്ന് പറയാം. ഹി ആസ്ക്ഡ്, ASK. യെസ്, എഴുതിക്കോളൂ. ഓക്കെ, എഴുതിക്കോളൂ. ഡിഡ് യു വോട്ട്, VOTE, വോട്ട് ചെയ്യുക എന്നാണ്. വോട്ട് ഇൻ ദ ലാസ്റ്റ് ഇലക്ഷൻ. ഡിഡ് യു വോട്ട് ഇൻ ദ ലാസ്റ്റ് ഇലക്ഷൻ? അത്രയും ഇൻവെർട്ടഡ് കോമയുടെ അകത്താണ് ഹി ആസ്ക്ഡ്. ആ മെസ്സേജ് ഞാൻ വായിച്ചിട്ടുണ്ട്, കൂടി ഞാൻ ശ്രദ്ധിച്ചില്ല. കഴിയുമ്പോൾ പറഞ്ഞോളൂ. ഓക്കെ, ലക്ഷ്മി മോഹൻ വായിച്ചോളൂ. ശരിയാണോന്ന് അറിയത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. He asked whether I had voted in the last election. വെരി ഗുഡ്, കറക്റ്റ് ആണത്. He asked whether I had voted, VOTED. Did you എന്നതിന്റെ പേരിൽ പാസ്റ്റ് ആണ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് പറ്റും. Whether I had voted in the last election. കറക്റ്റ് ആണ്. അടുത്തത് ഇങ്ങോട്ട് പോകുമ്പോൾ എഴുതുക. Shall we go to the
to the movie? Shall we go to the movie? ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യും. He said. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ആണ്, സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ എന്നോട് മാറും, കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. മഞ്ജു ജയൻ, Yes, sir. ഇത് പറഞ്ഞു നോക്കിയേ. He said whether you should go to the movie. യു വന്നപ്പോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയില്ല. I went now. അയ്യല്ല, ദേ അല്ല ഇവിടെ വരുള്ളൂ. അവൻ പറഞ്ഞു Uh-uh. നിങ്ങൾ സിനിമയ്ക്ക് പൊക്കോട്ടെ. അത് കേൾക്കുന്ന ആളെന്താ പറയാ? അവൻ ചോദിച്ചു അവര് സിനിമയ്ക്ക് പൊക്കോട്ടെ. അപ്പോ ഈ സെഡ് എന്നുള്ളത് ആസ്ക് എന്നല്ല, ചോദ്യം ചോദിക്കില്ല. അപ്പൊ ആസ്ക് എന്നല്ല. ഈ ആസ്കഡ് വെദർ ദേ വുഡ് ഗോ ടു ദ മൂവീസ്. അടുത്തത്, ക്യാൻ ഐ ഹാവ്, കുഴപ്പമില്ല സാബിന, ക്യാൻ ഐ ഹാവ് ഷുഡ് എന്നുള്ളതിന് പകരം ഐയുടെ കൂടെയും ബിയുടെ കൂടെയും ആണെങ്കിൽ അതിന് ഷാലോ വരിക. വുഡ് എന്നായാലും ഷുഡ് എന്നായാലും കുഴപ്പമില്ല. ക്യാൻ ഐ ഹാവ് 2 tickets please? Can I have 2 tickets please? അത്രയും ഇവിടെ കോമഡ് ആകത്തില്ല. എന്നിട്ട് I said. Can I have 2 TWO2? 2 tickets please? I said. ചെയ്ത് നോക്കിയേ.
യെസ്, നിത പറയാമോ? അജുമല, യെസ്, കറക്റ്റ് ആണത്. അപ്പൊ അതിന്റെ ചെറിയൊരു വേർഡ് നമുക്ക് മാറ്റാം. ഇത് പ്ലീസ് ഉണ്ട്, ദയവായി. അതുകൊണ്ട് ഐ സെഡ് എന്നുള്ളത് ആ പ്ലീസ് അറിയാൻ വേണ്ടിയിട്ട് ഐ റിക്വസ്റ്റഡ് എന്നാണ്. ഐ റിക്വസ്റ്റഡ്, ഐ റിക്വസ്റ്റഡ് വെദർ ഐ വുഡ് ഹാവ് 2 tickets. ആ പ്ലീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റിക്വസ്റ്റ് എന്നാക്കിയത്. ഐ റിക്വസ്റ്റഡ് വെദർ ഐ കുഡ് ഹാവ് 2 tickets. ഇത് ക്യാൻ എന്നുള്ളത് വന്ന് കഴിയുമ്പോൾ കണ്ടീഷൻ ഫോം ഉപയോഗിച്ചു, കുഡ് ഉപയോഗിച്ചു. അപ്പൊ ഞാൻ ആ യെസ് ഓർ നോ വരുന്ന സംഗതി അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് വേറൊരു മോഡൽ നമ്മൾ പഠിക്കാം. ഇതുകൂടി നമുക്കൊന്ന് നോക്കാം. ഇത് യെസ് ഓർ നോ അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയുന്നത് ഇത് ഇവിടെ എഴുതുക, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, കോമ സീത, SITA, സീത. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യും. സിറ്റ് ഡൗൺ, സീത, ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യും. ഷീ സെറ്റ്, ഷീ സെറ്റ്. ഓക്കെ. ഷാബിന, യെസ്, ഇത് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഷാബിന സിറ്റ് ഡൗൺ, ഇരിക്കുക. സീത, സീത ഇരിക്കുക, അവൾ പറയും. ആ ഷീ സെറ്റ് എന്നുള്ളത് ഷീ ടോൾഡ് എന്നല്ല. ഷീ ടോൾഡ് ആരോടാ പറഞ്ഞേക്കണേ? സീതനോട്. ഷീ ടോൾഡ് സീത. അത്രയും വരെ കറക്റ്റ് ആണ്. ബാക്കി ഷീ ടു സിറ്റ് ഡൗൺ എന്നാക്കി അല്ലേ? ലക്ഷ്മി മോഹൻ എന്താക്കി? യെസ്, സീത പറഞ്ഞത് കറക്റ്റ് ആണ്. ഇവിടെ ഓക്കെ, ആ സീത എന്നുള്ള പേര് അവിടെ ഇല്ലാന്ന് വരും. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി പറയാം കേട്ടാ. സീത എന്നുള്ള പേര് അവിടെ ഇല്ലാന്ന് വിചാരിച്ചോ. സിറ്റ് ഡൗൺ, അത്ര അവൾ ഇങ്ങോട്ട് കൊമ്മേല്. ഷീ സിറ്റ്, അവള് പറഞ്ഞു ഇരിക്കവിടെ. അപ്പൊ എന്ത് പറയും? ഷീ ടോൾഡ്, ടോൾഡ്. അപ്പൊ ഇവിടെ സിറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് അവിടെ വന്നിട്ടില്ല. എന്ത് യു എന്നോ ഐ എന്നോ ദേ എന്നോ വരാൻ പറ്റിയ സംഗതി വന്നിട്ടില്ല. സിറ്റ് ഡൗൺ എന്ന് പറയുന്ന വെർബ് തുടങ്ങിയാണ് ആരംഭിച്ചേക്കണേ. ഓക്സിലറി വെർബ് അല്ല, മെയിൻ വെർബ്. ഈ സാമാർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഓക്സിലറി വെർബ്. അതല്ല, സിറ്റ് ഡൗൺ എന്ന് പറയുന്ന ഒരു മെയിൻ വെർബ് ഉപയോഗിച്ചാണ് ആരംഭിച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ തൊട്ട് മുന്നിൽ ഒരു ടു ചേർക്കാം. ഇത് എഴുതിയത് കറക്റ്റാണ്, TO2. അപ്പൊ നോക്കി, അവൾ പറഞ്ഞു സിറ്റ് ഡൗൺ, ഇരിക്കും അവിടെ. ഇത് കേൾക്കുന്ന ആള് എന്ത് പറയും? അവൾ ഇരിക്കുവാൻ പറഞ്ഞു. അപ്പൊ ഒരു വാൻ എന്ന് അവിടെ വരൂലേ, വാൻ. ആ അർത്ഥം കിട്ടാൻ വേണ്ടി ടു എന്ന് പറയുന്നത് വേണം ഉപയോഗിക്കും. ടു ജംപ്, ചാടുവാൻ. ടു റീഡ്, വായിക്കുവാൻ. ടു കുക്ക്, ഐ ഗോ ടു കിച്ചൺ ടു കുക്ക് ഫുഡ്. ഭക്ഷണം പാകം ചെയ്യുവാൻ ഞാൻ അടുക്കളയിലേക്ക് പോകും. ഐ ഗോ ടു ബെഡ്റൂം ടു സ്ലീപ്, ഉറങ്ങാൻ ഞാൻ ബെഡ്റൂമിലേക്ക് പോകുന്നു. യെസ്, അപ്പൊ ഈ ടു ചേർത്ത് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ ഷീ ടോൾഡ് സീത ടു സിറ്റ് ഡൗൺ, ടു സിറ്റ് ഡൗൺ. വെർബ് മുതൽ മെയിൻ വെർബോടിക്ക് ആരംഭിക്കുമ്പോൾ ടു മാത്രം വെറുതെ ഞങ്ങൾ ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇവിടെ ഉപയോഗിക്കും. ആൻസർ, ആൻസർ
Question number 3. Answer. Question number 3. First. F-I-R-S-T. Answer. Question number 3. First. Inverted comma close here. At the end, full inverted comma. And then you go the teacher said to students, students, students. Teacher said to students. Yes, very good. ടീച്ചർ പറയുകയാണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 3 ഫസ്റ്റ്. മൂന്നാമത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം എഴുതുക. അപ്പൊ ഇവിടെ ടീച്ചർ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ അല്ല കൊടുക്കുന്നത്. അപ്പൊ ടോൾഡ് എന്ന് പറയേണ്ട ടീച്ചർ നിർദ്ദേശം കൊടുത്തു. അതിന്റെ പേര് ഉപയോഗിക്കാവുന്നത് ഇൻസ്ട്രക്റ്റഡ്. ടീച്ചർ ഇൻസ്ട്രക്റ്റഡ് INSTRUCTED സ്റ്റുഡൻസ്. ടീച്ചർ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം കൊടുത്തു. നിത ഏതൊരു വേർഡ് വിട്ടുപോയിട്ടുണ്ടല്ലോ. ആൻസർ വേർഡ് വിട്ടുപോയി. യെസ്, ശരിയായിരുന്നു. അപ്പൊ എന്താ പറയും? ടീച്ചർ ഇൻസ്ട്രക്റ്റഡ് സ്റ്റുഡൻസ് ടു ആൻസർ മറുപടി എഴുതുവാൻ. ക്വസ്റ്റ്യൻ നമ്പർ 3 ഫസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ഫസ്റ്റ്. അപ്പൊ ടു ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 3 ഫസ്റ്റ്. അടുത്തത് ഇങ്ങോട്ട് കോമിൽ എഴുതുക. ഡോണ്ട് ജമ്പ് JUMP. Don't jump into the don't jump into river. RIVER, river. ഇവിടെ ക്ലോസ് ചെയ്യാം. ഇതാണ് റിപ്പോർട്ട് ചെയ്യേണ്ട വാചകം. Don't jump into river. He said to the children. He said to the children. Yes, very good. അപ്പോ കുട്ടികളോടാണ് പറയുന്നത് don't jump into the river. പുഴയിലേക്ക് ചാടരുത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഡോണ്ട് എന്നാണ് അല്ലെ? ഡോണ്ട് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഒരു വേർഡ് പറഞ്ഞു. ഡോണ്ട് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഒരു വേർഡ്. നമ്മൾ ഈക്വൽ ചാൻസ് ആകുമ്പോൾ ബെറ്റർ എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെയാണ് ഡോണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട വേർഡ്.
ഓക്കെ, ഇത് കറക്റ്റ് ആണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡോണ്ട് എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട വേർഡാണ് നോട്ട് ടു. നോട്ട് നോട്ട് ടു, അതാണ് ഡോണ്ടിന് പകരം ഉപയോഗിക്കേണ്ട വേർഡ്. അപ്പോ ഷീ ആസ്ക്ഡ് ചിൽഡ്രൻ not to jump, not to jump into river, not to jump into river. Don't go near the cages, cages, cages. Don't go near the cages. Inverted comma ഇടാതെ. Inverted comma. The zookeeper, Z-O, zookeeper said. Don't go near the cages. കൂടിന്റെ അടുത്തേക്ക് പോകരുത്. Zookeeper said. മൃഗശാല സൂക്ഷിപ്പുകാരൻ പറഞ്ഞു. Yes, very good. Yes, Pida, very good, very good. അപ്പൊ ഇതിന്റെ ആൻസർ സൂക്കീപ്പർ പറയുമ്പോൾ വാണിംഗ് കൊടുക്കുകയാണ്. അപ്പൊ ടോൾഡിന് മാറ്റിയിട്ട് വാണിംഗ് കൊടുത്തു. ദ സൂക്കീപ്പർ വാൺ, WARNED, വാൺ not to go near the cages, not to go near the cages. Yes, last one. ഇങ്ങോട്ട് കമ്പയർ ചെയ്തു. Please, PLEAC, please come in. Come in. Please come in. And have some tea. And have some tea. TEAT. You will go close here. Yes. Then repeat the answer. Please come in and have some tea. TEAT. You will go close here. She said to me. She said to me.
and have some tea. അപ്പൊ എന്ത് വരും? She requested me. Please ഒഴിവാക്കാൻ വേണ്ടി റിക്വസ്റ്റ് നമ്മളാക്കിയത്. Requested me to come in and have some tea. Yes, okay. അപ്പൊ ഞാൻ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ള സംഗതി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. യെസ്, ഐ കം ടു a close of the reported speech. ഇനി നമുക്ക് കുറച്ച് ട്രാൻസ്ലേഷന്റെ പരിപാടി ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. യെസ്, then I will ask you some questions. Yes. അപ്പോ നിങ്ങളോട് ഞാൻ പറഞ്ഞത് വി എന്ന് പറയുന്ന അക്ഷരത്തിലാണ് ആരംഭിക്കേണ്ട ആൻസർ. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതാണ്. അതിന്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. യെസ്, yes, Rifana. Yes. V. V means ചോദ്യം ഇതാണ്. A substance. A substance a substance in gas form often seen as mist. A substance in gas form often seen as mist or steam. S-T-E-A-M, steam. A substance in gas form often seen as mist or steam. Correct answer, Lakshmi. Very good. Lakshmi, Manju, Nida. Lakshmi, Manju, and Nida. Correct answer. Yes. Next question is a decorative container for holding flowers. A decorative container for holding flowers. Very good, Nida. Nida, Manju, Ajmala. Nida, Manju, Ajmala. Flower vase in the flower കളഞ്ഞിട്ട് ബാലൻസ് എടുത്താൽ മതി. Vase, പാത്രം. Next question. A blood vessel that carries blood back to heart. H-E-I-R-T. Shabina, Nida, Lakshmi.
Shabina, Nida, Lakshmi. Correct answer ആണ് വെയിൽ. The answer is വെയിൽ. വെയിൽ. അടുത്ത് revenge or punishment for a wrong. WRONG. Revenge or punishment for a wrong. WRONG. Revenge or punishment for a wrong. WRONG. Yes. Lakshmi Mohan. Very good, Nida. Nida. സാധാരണഗതിയിൽ പിടികിട്ടാത്തൊക്കെ ലക്ഷ്മി പൊക്കിക്കൊണ്ട് വരാറുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. വയലൻസ് അല്ല. അജ്മല, yes, and Manju, yes, vengeance. അടുത്തത് a place where an event happens. A place where an event happens. ലക്ഷ്മി, അജ്മല, രണ്ടുപേരും മുകളിൽ ആരായിരുന്നു? ലക്ഷ്മി, അജ്മല, ഷാബിന അല്ലേ? യെസ്. ഓക്കെ 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 കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. A dizzy feeling, DIZZY, a dizzy feeling where everything seems to spin, SPIN, spin. A dizzy feeling where everything seems to spin. Okay, Shabina. Shabina, Nida, okay. Ajmala, Shabina, Nida, Ajmala. Yes, correct answer. Next, a person who suffers, SUFFERS, a person who suffers harm, HARM, harm or injury. Harm or injury. Correct answer, Rashmi, Shabina, Nida. Lakshmi, Shabina, and Nida. Correct answer, victim. VICTIM, victim. Next question. A small community or group of houses. A small community or group of houses. അതല്ല, ലക്ഷ്മി
ഷിഫാന അജ്മല. ലക്ഷ്മി ഷിഫാന നേരത്തെ വന്നിട്ടില്ല അല്ലേ? ഷിഫാന ആൻഡ് അജ്മല. കറക്റ്റ്. യെസ്. ഷാബിന. യെസ്. ഓക്കെ. വില്ലേജ് ആണ്. വില്ലേജ്. ഓക്കെ. അപ്പൊ ഞാൻ ചോദ്യത്തിന്റെ പാറ്റേൺ ഒന്ന് മാറ്റുകയാണ്. പുതിയ ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. ഈ ചോദ്യത്തിന്റെ ഫസ്റ്റ് ലെറ്ററോ സെക്കൻഡ് ലെറ്ററോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ട്. ഈ ചോദ്യത്തിന്റെ ആൻസറിന് 3 ലെറ്റേഴ്സ് ഉണ്ടാവാൻ പാടും. 3 ലെറ്റേഴ്സ്, 1, 2, 3. അതിൽ കൂടുതൽ അക്ഷരങ്ങൾ പാടില്ല. 3 അക്ഷരങ്ങളെ പാടുള്ളൂ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ. അതാണ് എന്റെ നിയമം. യെസ്, only 3 letters. A female domestic bird kept for eggs. A female domestic bird. Lakshmi Nida Ajmala. Lakshmi Nida Ajmala. കറക്റ്റ് ആൻസർ ആണ് ഹെൻ. HEN പിടക്കോടി. അപ്പൊ അതിന്റെ ഐഡിയ പിടികിട്ടിയില്ല. അതുപോലെ ഞാൻ പോകുന്നു. HEN 3 അക്ഷരമുള്ളത്. അടുത്തത് എ റൂഡന്റ്. ROODENT. A rodent with a pointed snout. SNOUT. Snout and a long tail. TAIL. A rodent with pointed snout. Shifana Nida Ajmala. Shifana Nida Ajmala. Correct answer ആണ് റാറ്റ് ആണ്. റാറ്റ്. അടുത്തത് എ നോക്ടർണൽ. NOCTURNAL. Flying mammal. Shifana Shabina Manju. Shifana Shabina then Manju. Correct answer ആണ് bat. അടുത്തത് frozen. FROZEN. Frozen water. Manju Ajmala Shifana. Manju Ajmala Shifana. Correct answer ആണ് ice ആണ് correct answer. Yes, simple question. Color liquid for writing. Lakshmi Ajmala Manju. Lakshmi Ajmala Manju. Yes, Soumya. Yes. അപ്പോൾ അത് ഇങ്ക് ആണ്. ഇങ്ക്. അടുത്തത് A thin. THIN. Thin piece of. Piece in spelling PIECE. Piece of metal with a sharp end. End. And repeat your question. A
thin piece of metal with a sharp end and okay, Lashmi Ajmala Manju. Lashmi Ajmala Manju. ഞാൻ ചോദ്യം പോലും മുഴുവനാക്കി അതിന് ഉത്തരമായിട്ട് വന്നത്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചോദ്യം ഇതായിരുന്നു, ഞാൻ ചോദ്യം വെറുതെ ഒന്ന് പറയാം. A thin piece of metal with a sharp end and a round head at the other side. ആൻസർ കറക്റ്റ് ആണ്, പിന്നെ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At the present moment of time, at the present time or moment, at the present time or moment. Very good, Shifana, Shabina, Nida. Shifana, Shabina and Nida. അപ്പോൾ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. യെസ്, അപ്പോൾ നിങ്ങളുടെ പോയിന്റുകളൊക്കെ ഞാനൊന്ന് പറയാം. യെസ്, ഷിഫാനക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മഞ്ജുവിന് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ്. ഷാബിനയും മഞ്ജുവിന്റെ ഒപ്പം നിൽപ്പുണ്ട്. 7 പോയിന്റ് ഷാബിനക്ക് കിട്ടിയിട്ടുണ്ട്. നിതക്കല്ല, ലക്ഷ്മിക്ക് 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നിതയാണ് റണ്ണർ അപ്പ്. നിതയ്ക്ക് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 9 പോയിന്റ്. അച്ചുമല, യു ആർ ദ ടോപ്പ് സ്കോർ. യു ഹാവ് ഗോട്ട് 10 പോയിന്റ്. താങ്കൾക്ക് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സോ വി വിൽ മീറ്റ് with another thing in the next class. Okay, bye. Thank you, sir. Okay.